ഇവിടെ സാധനം ഇങ്ങനെ പഴുത്ത് നിൽപ്പുണ്ട് കേട്ടോ. 2-3 ദിവസമായി ഞാനിങ്ങനെ നോട്ടം ഇട്ടിട്ട്. ചെറിയൊരു മഞ്ഞ കളറൊക്കെ ആയപ്പം എന്നുവെച്ചാൽ മുകളിലുള്ളതെല്ലാം വാവൽ കൊണ്ടുപോകും. അതൊന്നും നമുക്ക് പറിക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് പിന്നെ അത് ശ്രദ്ധിക്കാറേയില്ല. ചുവട്ടിലുള്ളതൊക്കെ നമ്മളിങ്ങനെ നോക്കി വെക്കും. എന്നുവെച്ചാൽ നമ്മുടെ ആത്തച്ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആത്തയെ തന്നെ നിന്ന് പഴുപ്പിച്ചിട്ടേ നമ്മൾ കഴിക്കുമ്പോൾ നല്ല മധുരം ടേസ്റ്റ്. പക്ഷേ നമ്മൾ പറിച്ച് വെച്ച് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നുമില്ല. അതുകൊണ്ട് നമ്മൾ വെറുതെ കളയണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ചുവട്ടിലുള്ളതൊക്കെ ഇങ്ങനെ നോക്കി നോക്കി എന്താ വെച്ചാൽ പ്ലാസ്റ്റിക് ഇട്ടിട്ട് കവറിട്ടിട്ട് അങ്ങനെയൊക്കെ വെക്കും. ഇത് ഇപ്രാവശ്യം കുറേ കഴിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഉള്ളതൊക്കെ നല്ല വലിപ്പമുള്ളതും ചില നല്ല ടേസ്റ്റുമായിരുന്നു. ഇപ്രാവശ്യം തുര കഴിച്ച് കുറച്ച് വലിപ്പം കുറവാണ്. ഇതുണ്ട് നല്ലോണം പഴുത്തതാണ്. അപ്പോൾ പഴുത്ത് കഴിയുമ്പോൾ അതിന് ഞെടുപ്പേ പിടിച്ചാൽ നിങ്ങൾ വലിച്ചു കഴിഞ്ഞാൽ നല്ലതുപോലെ ഇങ്ങനെ അടന്ന് വരികയും ചെയ്യും. പിന്നെ ഇതിൻ്റെ അകമൊക്കെ ആണെങ്കിലും നല്ല മുരുമുരാ നമുക്ക് കഴിക്കാൻ നല്ലതാണ് കഴിക്കാൻ. അപ്പോൾ നമ്മൾ മറ്റുള്ള ഫ്രൂട്ട്സൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ആർത്തി പിടിച്ചിട്ട് അങ്ങനെ കഴിക്കാനൊന്നും പറ്റുമല്ല. എന്നുവെച്ചാൽ എന്താ കുരു കണ്ടോ, കുരു അടക്കമല്ല നമ്മൾ വായിലോട്ട് ഇടുന്നത്. അപ്പോൾ കുരു എടുത്ത് കളയണം. അപ്പോൾ നമുക്ക് സാവകാശം തിന്നാനും പറ്റും. പക്ഷേ എന്താണ് ഏറ്റവും നല്ല ഗുണമുള്ളൊരു ഫ്രൂട്ട്സാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ആത്തച്ചക്ക. എന്നുവെച്ചാൽ നമ്മൾ കടകളിലൊന്നും അങ്ങനെ അധികം കാണാറില്ല അല്ലേ. മറ്റുള്ള ഫ്രൂട്ട്സൊക്കെ ഉള്ളതുപോലെ ഈ ആത്തച്ചക്ക അങ്ങനെ അധികം കാണുന്നില്ല. അതെന്താണ്? അപ്പോൾ നമ്മുടെ നാടൻ ആത്തയാണേ. എന്നുവെച്ചാൽ കുറേ വർഷമായൊരു ആത്തയാണ്. അത് കുഞ്ഞിലേ കായ്ച്ച് ഇപ്പോൾ ഇത് മരം പോലെ ആയിട്ടുണ്ട്. അത് പക്ഷേങ്കിൽ നിറച്ച് കായും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതാ ഇത് കണ്ടില്ലേ. എന്നുവെച്ചാൽ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പറമ്പ് നിറച്ച് ഇതിൻ്റെ തൈയാണ്. കുറേ വാവലൊക്കെ കൊണ്ടുപോയിട്ടിട്ടും പിന്നെ നമ്മൾ കഴിച്ചിട്ട് ഈ കുരു ഇങ്ങനെ കളയുമല്ലോ. അപ്പോൾ അതൊക്കെയാണെങ്കിലും വലിയ പരിചരണമോ ശ്രദ്ധയോ ഒന്നും വേണ്ട കേട്ടോ. അവിടെ കിടന്നങ്ങ് നിറച്ച് കിളുത്തോളും. അപ്പോൾ ഇതാണ് നമ്മുടെ നാടനാത്തയെ.